അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഇത് വെളുപ്പിനെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വെളുപ്പിനെ നമ്മൾ അങ്ങോട്ട് ഓൺ ദ വേ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുനെൽവേലിയിൽ ഐ ഹോസ്പിറ്റലായിട്ടുള്ള അരവിന്ദ് ഐ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ആ ടൈമിലെടുത്ത വീഡിയോ ആണിത് കേട്ടോ. അപ്പം നമ്മൾ ഓൺ ദ വേ വെളുപ്പിന് ഒരു 4-4:15 ആയപ്പോഴത്തേക്കിനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഞാൻ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നല്ല തണുപ്പും നല്ല വൈബും ഉള്ളൊരു ഇപ്പം മഴയും ആ ഒരു കാലാവസ്ഥയൊക്കെ ആയതൊക്കെ കൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടിയിൽ വണ്ടി ഓടിക്കുകയാണ്, ബാക്കിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഇങ്ങനെ ആകാശത്തിൻ്റെ ഇങ്ങനെ വെട്ടം ഇങ്ങനെ മാറി വന്ന് വെളുപ്പിനെ ആവുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണിത് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മായിക്ക് ഇതുപോലെ ഇങ്ങനെ കണ്ണിന് ഇച്ചിരി നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കൊണ്ടുവന്ന് കാണിച്ചെങ്കിലേ ഇതാവത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ടത്തേക്ക് കൺസൾട്ടേഷന് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ കോടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വൈബായിരുന്നു. നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങിയ വീഡിയോസൊന്നും എടുക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒറ്റക്കല്ല് പള്ളിയിൽ കയറണമെന്ന് ഉമ്മച്ചി പറഞ്ഞ്, അങ്ങനെ അവർ രണ്ടുപേരും വാപ്പായും ഉമ്മായും കൂടെ അവിടെ പള്ളിയിൽ കയറി. അപ്പം നമ്മൾ പള്ളിയിൽ കയറിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി, കാരണം നമുക്ക് സമയമില്ല. 8:15 ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പം പെട്ടെന്നൊന്ന് കയറി പള്ളിയിൽ വഞ്ചിയിൽ പൈസ ഇട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വീണ്ടും നമ്മളൊരു ഫോറസ്റ്റിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. എത്രയും പെട്ടെന്ന് നമുക്കവിടെ എത്തണം. നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്ന പേഷ്യൻ്റ് ആയതുകൊണ്ട് നമുക്കവിടെ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാവകാശമില്ല. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മളൊരു വളവിൻ്റെ അവിടെ വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഒരു ലോറി ഫ്രണ്ടിൽ കിടക്കുന്ന ലോറി അപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് അത് ക്ലിയറൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പം ഐഷുമ്മ അത്രയും നേരം ഉറങ്ങിക്കൊണ്ട് ഇരുന്നിട്ട് ഐഷുമ്മ ഉണർന്ന് കേട്ടോ. അപ്പോൾ ഐഷുമ്മ ഇങ്ങനെ നോക്കുകയാണ്, ഉമ്മി എന്തുവാണ് ചെയ്യുന്നത്, ഉമ്മി എന്തോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് എല്ലാവരെയൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓൺ ദ വേ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ വണ്ടിയിലിരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കത് കേൾക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ വോയിസ് ചെയ്യുന്നതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്. അപ്പോൾ വണ്ടി ഓടിക്കുന്നതും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ 13 കണ്ണറപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോയപ്പം വാപ്പ ബാക്കിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ചരിത്രം ബ്രിട്ടീഷുകാരെങ്ങാണ്ട് വന്ന് ചെയ്താണെന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കോട ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വൈബായിരുന്നു കോട കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പം അവിടുത്തെ ഒരു വ്യൂ ആണിത് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് എന്തുവാണ് പാൻറ്റിൽ അത് നനഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വെള്ളമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് കറങ്ങി. അപ്പോൾ എൻ്റെ അപ്പുറത്ത് നിന്നത് അനിയത്തിയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുകയാണ് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ, കാരണം അങ്ങ് ദൂരെ വിൻഡിൻ്റെ മറ്റെല്ലാം സംഭവം കാണുന്നുണ്ട്. അപ്പം മോള് അവൾക്ക് ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവളിറങ്ങി മാസ്കൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഐഷുമ്മ എടുത്തുകൊണ്ട് വന്ന് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്ത് അവളിങ്ങനെ നോക്കി. പിന്നെ ആ കാണുന്ന സംഭവമില്ല, അതിൻ്റെ ആയിട്ടാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് കൊണ്ട് വന്നപ്പം ഹോസ്പിറ്റലിൽ ചെന്നാൽ പിന്നെ കഴിക്കാൻ പറ്റില്ലെന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി, ഒരു ഹോട്ടലിൽ കയറി. അപ്പം അവിടെ കയറി നമ്മളവിടെ പ്രത്യേകിച്ച് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞും എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് അവൾ ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, ഓർഡർ ചെയ്തൊന്നും എടുക്കാൻ പറ്റിയില്ല, നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കയറുവാണ്. അത്താന്ന് ഇവിടെ നിന്നുണ്ടെങ്കിൽ ഭ്രാന്തുള്ളതാണ്, പെട്ടെന്ന് കയറുന്നു പറഞ്ഞത്. നമ്മൾ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. ഹോസ്പിറ്റലിലെത്തി ഞാൻ അവിടെ നിന്ന് ഉമ്മയായിട്ടെടുത്ത വീഡിയോ ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പോകണം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പം എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോസൊന്നും. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, അവിടെ വീഡിയോ അലൗഡ് അല്ല എന്നാണ് എനിക്ക് തോന്നി, എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് പോകുന്ന ഓൺ ദ വേയിലുള്ള വീഡിയോ ആണിത് കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് വൈകിട്ട് ഒരു 5:30 ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ആ ടൈമായി. അപ്പം കുഞ്ഞിന് ഞാൻ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് വേറെ ഉടുപ്പൊക്കെ ഇട്ടൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
വീടെത്താറായി. വീടെത്താനിപ്പോൾ കുറച്ച് ഇതും കൂടെ ഉള്ളു കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.